ഹായ്, ഞാൻ സ്നേഹ. എക്സലന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇഷ്ടമാണോ എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അവൾക്ക് നിങ്ങൾ ഇഷ്ടമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു 4-5 കാര്യങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണത് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കണ്ണ് വെട്ടിക്കുക എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആളെ നോക്കുന്ന സമയത്ത് ആള് പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് കണ്ണെടുത്തിട്ട് വേറെ എവിടേക്കെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുക, അങ്ങനെ അതായത് പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് കണ്ണ് മാറ്റുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അത് എന്തുകൊണ്ടാണ്? നമ്മളുടെ അടുത്തൊരു അട്രാക്ഷൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതായത് അവരുടെ കണ്ണിലൂടെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഇത് അവർ നിങ്ങളുടെ അടുത്തുണ്ടാവുന്ന സമയത്ത് കുറച്ച് ചെറിയൊരു ഗ്യാപ്പൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ. അതായത് ആൾ ചിലപ്പോൾ കുറച്ച് ദൂരെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക, എന്നാൽ പോലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് ആൾ ചോദിക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യം അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുമായിട്ട് ചെറിയ രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അവർ ചോദിക്കുന്ന കാര്യമുണ്ട്, എന്താണ് കുട്ടിയുടെ പേര്, എന്താണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. ഡയറക്റ്റായിട്ട് വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടാവില്ല. പകരം ആ കുട്ടിയുടെ പേരെന്താ പറ. അപ്പം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ റിലേഷൻഷിപ്പിലുള്ള ആ കുട്ടിയുടെ പേര് എന്ന് പറയാന്നൊക്കെ പറയും. അപ്പം നമ്മളത് പറയുമല്ലോ, പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം വേറെ ആരുടെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പി ആവും. അപ്പോൾ അത് ചോദിക്കണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലുമായിട്ട് നിങ്ങൾ കമ്മിറ്റഡ് ആണോ, ഇനിയിപ്പോൾ അങ്ങനെ അല്ല, നിങ്ങൾക്ക് ആരുമായിട്ട് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് ഈ ഒരു ഇഷ്ടവുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് ചോദിക്കാനായിട്ട് അവർ തയ്യാറാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ആഗ്രഹം അവരിൽ കാണാനായിട്ട് കഴിയും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ പോലും അവർ ഓർത്തു വെക്കും എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, വളരെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഒത്തിരി വിചാരിച്ചതാണ് വാങ്ങിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് കഴിക്കണം ഞാൻ കുറേ വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഇന്ന കടത്തെ ചായ അടിപൊളിയാണ്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ ആളൊരു ദിവസം ഇങ്ങനെ മീൻസ് ആളെപ്പോഴും ആലോചിച്ച് വെക്കുന്നുണ്ട്. ഒരു ദിവസം നിങ്ങളുമായി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് കേൾക്കാൻ പറ്റും. അതായത് നമുക്ക് എവിടേക്കെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് ആൾ ചിലപ്പോൾ പറയുന്നുണ്ടാവുക, നീ പറഞ്ഞിരുന്നില്ലേ ആ കടയത്തെ ചായ അടിപൊളിയാണ്, നമുക്കൊന്ന് അങ്ങോട്ട് പോകാല്ലേ എന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ ആളത് കൃത്യമായി ഓർത്ത് വെക്കും എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അത്രയും അധികം അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ആൾ ഓർത്ത് വെക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ രീതിയിലുള്ള അസൂയകളാണ്. അതായത് ഇതിപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പറയുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ അവളെ കണ്ടിരുന്നു, അവൾ സംസാരിച്ചു, അവൾ മീൻസ് എന്നെ ജോബാണ് ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചിരുന്നില്ല അവൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തും എന്നൊക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നിങ്ങൾ പറയുന്ന ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് കുറച്ചുകൂടി ഇങ്ങനെ നല്ല രീതിയിലാണ് പറയുന്നത്, പോസിറ്റീവായ രീതിയിലാണ് പറയുന്നത്. ഇത് അവർക്ക് സഹിക്കണം എന്നില്ല. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ടോക്കൊക്കെ വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ആൾ മിണ്ടാണ്ട് നിൽക്കും. അതായത് നിങ്ങൾ എന്ത് പറയുമ്പോഴും മിണ്ടാണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് പോലും ആൾക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ഒരു പൊസസീവ്നെസ് ആണ്. അതേപോലെ തന്നെ ചെറിയൊരു അസൂയും ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അനുകരിക്കുക എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടേതായ ഒരു സ്റ്റൈലൊക്കെ നിങ്ങൾ വെക്കുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഹെയറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു മീൻസ് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ അനുകരിക്കാനായിട്ട് ആൾ ശ്രമിക്കും എന്നുള്ളതാണ്. പിന്നീട് ആളത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആൾ അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് ആൾ നിങ്ങളിലേക്ക് മീൻസ് നിങ്ങൾ അട്രാക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ആൾക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഉള്ളിലൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ മുഖമൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട്,
അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവൾക്ക് നിങ്ങളോട് എന്തോ സംതിങ് ഒരു ഫീലിങ്സ് ഉണ്ട്. അത് ഇഷ്ടം തന്നെയാണ് ആയിരിക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാം കേട്ടോ. പക്ഷെ പെട്ടെന്ന് വേണ്ട, കുറച്ച് ടൈം എടുത്തിട്ട് ഇതൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ പോയി പ്രപ്പോസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഓഫ്കോഴ്സ് റിലേഷൻഷിപ്പ് സക്സസ് ആവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് ചുമ്മാ കേൾക്കാനല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് മാത്രമല്ല, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മാറാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അങ്ങനെയുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്